വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുറ്റാന്വേഷണ ക്രൈം ത്രില്ലർ മൂവിയാണ് ഷെയ്ൻ നിഗം മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച ദൃഢം എന്ന സിനിമ. ഈ സിനിമയുടെ മൂവി എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഷെയ്ൻ നിഗമിൻ്റെ ക്യാരക്ടറായ വിജയ് ആദ്യമായി SI പോസ്റ്റ് കിട്ടി കുഴിനിലം എന്ന റൂറൽ ഏരിയയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. അവിടെ എത്തിയ വിജയ് ASI ആയ സീനിയർ പോലീസുകാരൻ കൃഷ്ണനെ പരിചയപ്പെടുന്നു. ASI കൃഷ്ണനാണ് ബാക്കിയുള്ള പോലീസുകാരെ എല്ലാം വിജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആ പോലീസുകാർ ഇവരാണ്: ബാലൻ എന്ന സീനിയർ കോൺസ്റ്റബിൾ, സത്യൻ, ബിബീഷ്, വനിതാ പോലീസായ രമ്യ, വിദ്യ, പിന്നെ ആനന്ദ് എന്ന് പേരുള്ള ഒരു പോലീസുകാരൻ കൂടിയുണ്ട്. അയാൾ ഇപ്പോൾ ലീവിലാണ് എന്ന് ASI കൃഷ്ണൻ വിജയുടെ അടുത്ത് പറയുന്നു. കാരണം അയാളുടെ അമ്മയ്ക്ക് സുഖമില്ല. ഇതിനുശേഷം SI ആയി പോസ്റ്റിന് വന്ന വിജയ് ASI കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇൻസ്പെക്ടർ ഇല്ലേ എന്ന്. പഴയ ഇൻസ്പെക്ടർ റിട്ടയർഡായി പോയതിനു ശേഷം ഇപ്പോഴാണ് ഇവിടെ ഒരു പുതിയ പോസ്റ്റ് പോലും ഉണ്ടാകുന്നത് എന്ന്. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സ്ഥലം അത്ര പ്രശ്നബാധിത പ്രദേശമൊന്നും അല്ല എന്ന്. അതായത് SI വിജയ് ജോലിക്ക് വന്നിരിക്കുന്ന ഈ സ്റ്റേഷനിൽ വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത ഒരു സ്ഥലമാണ്. ഇൻസ്പെക്ടർ ഇല്ലാത്തത് കൊണ്ട് താൻ ജോയിൻ ചെയ്ത കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് SI വിജയ് ASI കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് DYSP ഓഫീസിലാണ് എന്ന്. റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനായി ASI കൃഷ്ണനെയും കൂടെ വരാൻ SI വിജയ് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്ന ബാലൻ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ജീപ്പ് റെഡി ആയില്ലേ എന്ന്. ആ ജീപ്പ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇപ്പോൾ എത്തുമെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് വിജയ് അന്വേഷിക്കുന്നത് ജീപ്പിന് എന്ത് പറ്റിയെന്ന്. ജീപ്പിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ഒന്ന് പൊട്ടിയിരുന്നു, അത് ശരിയാക്കാൻ കൊടുത്തതാണ് എന്ന് പറയുന്നു. ഇതിനുശേഷം SI വിജയ് DYSP ഓഫീസിൽ പോയി താൻ ജോയിൻ ചെയ്ത കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ASI കൃഷ്ണനും മറ്റു പോലീസുകാരും കൂടി SI വിജയ്ക്ക് വിജയ് ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ്റെ അധികാര പരിധി എവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജീപ്പിൽ കയറ്റി എല്ലാ സ്ഥലവും ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം അമ്മയ്ക്ക് സുഖമില്ലാതെ ലീവ് എടുത്തു പോയ കോൺസ്റ്റബിൾ ആനന്ദിൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് SI വിജയ് പറയുന്നുണ്ട്. അതുപോലെ അവർ ആനന്ദിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് SI വിജയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്: ആനന്ദിൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്കാണ്. സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് അവർ. 2 ദിവസം കഴിഞ്ഞ് ആനന്ദ് തിരിച്ച് സ്റ്റേഷനിൽ എത്തുമെന്നുള്ള കാര്യം വിജയെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേഷൻ പരിധിയെല്ലാം കണ്ടതിന് ശേഷം വിജയ് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഈ സ്റ്റേഷനിൽ മറ്റൊരു സംഭവവും കൂടി നടക്കുന്നുണ്ട്. സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ലേഡി പോലീസായ വിദ്യയ്ക്ക് നമ്മുടെ വിജയിയോട് ചെറിയൊരു ക്രഷ് തോന്നുന്നുണ്ട്. അതവൾ മറ്റു പോലീസുകാരുടെ മുന്നിൽ ചെറുതായി പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയിരിക്കെ SI വിജയ് ആ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്ത് 2 ദിവസത്തിനകം തന്നെ ഒരു സംഭവം നടക്കുകയാണ്. ആ സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് കാട് പിടിച്ച് കിടക്കുക. അത് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ ഒരു ജോലിക്കാരൻ ഒരു കാഴ്ച കാണുന്നു. ആ കാട്ടിനിടയിൽ ഒരു കൈപ്പത്തി കിടക്കുന്നു. ഈ വാർത്ത പോലീസ് സ്റ്റേഷനിലെത്തുകയും SI വിജയും മറ്റ് പോലീസുകാരും അവിടെ എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. കൈപ്പത്തി കാണുന്ന SI വിജയ് ഇങ്ങനെയാണ് പറയുന്നത്: ഇതിൻ്റെ മറ്റു ഭാഗവും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ കാണും. പോലീസ് ഡോഗിനെ വിളിപ്പിക്കാൻ പറയുന്നു. പോലീസ് ഡോഗ് എത്തുന്നു. അധികം വൈകാതെ തന്നെ കൈപ്പത്തിയറ്റ ഒരു ശരീരഭാഗം അവർക്ക് കാമ്പൗണ്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. അവിടേക്ക് ഫോറൻസിക് വിദഗ്ധരെല്ലാം എത്തുകയാണ്. തലേ ദിവസം നല്ല മഴയായതുകൊണ്ട് വലിയ തെളിവൊന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നും ബോഡിക്ക് 4-5 ദിവസത്തെ പഴക്കമുണ്ടെന്നും അവർ വിജയിയെ അറിയിക്കുന്നു. ഉടനെ തന്നെ വിജയ് ASI കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നു ബോഡിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയക്കാൻ. ഇത് കേൾക്കുന്ന ASI കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ നാട്ടിൽ എൻ്റെ അറിവിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായിരുന്നാലും സാറിൻ്റെ സമയം കൊള്ളാം. ഇതിനുശേഷം വിജയ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ കാണുന്നുണ്ട്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ബോഡിക്ക് മിനിമം ഒരാഴ്ചയെങ്കിലും പഴക്കമുണ്ട്. 30-35 ഇടയ്ക്കുള്ള പുരുഷൻ്റേതാണ് ശരീരം. തലക്കേറ്റ മാരകമായ അടിയാണ് മരണകാരണം. ബോഡിയിൽ പലയിടത്തും മുറിവുണ്ട്, പക്ഷേ അത് മരണകാരണമല്ല. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ SI വിജയ് 30-35 ഇടയ്ക്ക് കാണാതായ പുരുഷന്മാരുടെ ലിസ്റ്റ് എടുക്കാൻ ASI കൃഷ്ണന് ഉത്തരവ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാണാതായവരുടെ ലിസ്റ്റൊന്നും അധികം ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. പകരം 6 മാസത്തിനകത്ത് ആ നാട് വിട്ട് പുറത്തു പോയവരുടെ ലിസ്റ്റ് എടുക്കാൻ വിജയ് തീരുമാനമെടുക്കുന്നു.
ഇതിനിടയിൽ തെളിവ് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ആ ബോഡി കണ്ടെത്തിയ പറമ്പ് ഒന്നുകൂടി അവർ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ആ ബോഡി കണ്ടെത്തിയ പറമ്പിൻ്റെ ഓണറിനെ ചോദ്യവും ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായ വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ SI വിജയുടെ സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു കുറ്റകൃത്യവും കൂടി നടക്കുന്നു. ആനമല ഫൈനാൻസ് എന്ന ഒരു പണമിടപാട് കേന്ദ്രത്തിൽ മോഷണം നടക്കുകയാണ്. അവിടേക്ക് അന്വേഷണത്തിന് എത്തുന്ന വിജയ്ക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. 3 പേർ ചേർന്നാണ് ആ ഫിനാൻസ് മോഷണം നടത്തിയിരിക്കുന്നത്. ഈ 3 പേർ മുഖം മൂടി ഇട്ട് എത്തുകയും അവിടെയുള്ള സെക്യൂരിറ്റിയെ ബോധം കെടുത്തിയതിനു ശേഷം CCTV ക്യാമറകൾ എല്ലാം തന്നെ സ്പ്രേ അടിച്ച് മറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഇവർ സ്പ്രേ അടിച്ച് മറയ്ക്കുന്നത് വരെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ്. പക്ഷേ മോഷ്ടിച്ചവരുടെ മുഖമൊന്നും വ്യക്തമല്ല. ഫിനാൻസിൻ്റെ അകത്തുള്ള ലോക്കർ റൂം പരിശോധിക്കുന്ന SI വിജയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. അവിടെ 2-3 സേഫുകളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ സേഫ് നോക്കിയാണ് കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് മാനേജറെടുത്ത് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഇതാണ്: മറ്റു സേഫുകളെല്ലാം നല്ല ഭാരമാണ്. ഈ മോഷണം പേരിക്കുന്ന സേഫ് ഒരു 3 പേരൊക്കെ ചേർന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ടായിരിക്കാം ആ സേഫ് തന്നെ കള്ളന്മാർ മോഷ്ടിച്ചത് എന്ന്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയ SI വിജയ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ASI കൃഷ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ഈ 3 പേരല്ലാതെ മറ്റാരുടെയോ സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ സേഫ് പുറത്തെടുത്തിട്ട് ഉടനെ തന്നെ വണ്ടിയിൽ കയറ്റി ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന്. ഇത് കേൾക്കുന്ന കോൺസ്റ്റബിൾ ആനന്ദ് ഒരു അഭിപ്രായം പറയുന്നു: ചിലപ്പോൾ അവർ വണ്ടി പുറത്ത് ഇട്ടിട്ടായിരിക്കാം ഇവിടെ മോഷണത്തിന് കയറിയത്. എങ്കിൽ 4ാമത് ഒരാൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. അതിനുള്ള സാധ്യതയും ഉണ്ട് എന്ന് SI വിജയ് സമ്മതിച്ചു കൊടുക്കുന്നുമുണ്ട്. മോഷണം നടന്ന ആ ഫിനാൻസിലല്ലാതെ മറ്റെവിടെയെങ്കിലും ആ ഏരിയയിൽ CCTV ഉണ്ടോ എന്നുള്ള കാര്യം SI വിജയ് ASI കൃഷ്ണൻ്റെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: വലിയ ആൾതാമസമോ വലിയ കടയോ ഇല്ലാത്ത ഒരു ഏരിയയാണിത്. ഇത് മനസ്സിലാക്കിയ ആരോ തന്നെയാണ് ഇവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. ഇതിനുശേഷം SI വിജയ് ആ ഫിനാൻസിൽ നിന്ന് പുറത്തിറങ്ങി ജീപ്പിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ മോഷണം നടന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് കൂടിയ ജനങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രം തന്നെ ശ്രദ്ധിക്കുന്നതായി വിജയ്ക്ക് മനസ്സിലാവുന്നു. വിജയ് അയാളെ കണ്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ഇതിനുശേഷം സ്റ്റേഷനിലെത്തിയ വിജയ് ആനമല ഫിനാൻസിൻ്റെ ഓണറെയും മാനേജരെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അവിടെ നിന്നും എത്ര രൂപയാണ് മോഷണം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് 125 പവനും 50 ലക്ഷം രൂപയും. ഫിനാൻസിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫിനാൻസല്ലേ ഒരുപാട് ശത്രുക്കളുണ്ട്, എടുത്തു പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നു: മനോജ് എന്ന് പേരുള്ള ഒരുത്തൻ ആ ഫിനാൻസിൽ അയാളുടെ വീടും വസ്തുവും പണയം വെച്ചിരുന്നു. അടവെല്ലാം തെറ്റി അതിപ്പോൾ ജപ്തിയുടെ വക്കിലാണ്. അതിൻ്റെ പേരും പറഞ്ഞ് അയാൾ ഫിനാൻസിൽ വന്ന് ബഹളം വെച്ചിരുന്നു. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അയാളെയാണ് അവർക്ക് സംശയം. ആനമല ഫിനാൻസിൻ്റെ മാനേജറും ഓണറും ആ സ്റ്റേഷനിൽ നിന്ന് പോയതിന് ശേഷം SI വിജയ് പോലീസുകാരോട് അന്വേഷിക്കുന്നുണ്ട് ഫിനാൻസിനെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം എന്താണ് എന്ന്. അത്ര നല്ല അഭിപ്രായം അല്ലെന്നാണ് പോലീസുകാരും വിജയരെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആ ഫിനാൻസിൽ പണയം വയ്ക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് കൊള്ളപ്പലിശ ഈടാക്കി തന്നെയാണ് ആ ഫിനാൻസ് ഇത്രയും വളർന്ന് വലുതായത്. ഇതേ സമയം ആ നാട്ടുകാരുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടായി തുടങ്ങിയിരുന്നു. ആ ഫിനാൻസിൽ നടന്ന ഫിനാൻസുകാർ തന്നെ നടത്തിയ ഒരു നാടകം ആയിരിക്കുമെന്ന് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്താൻ. പിന്നീട് SI വിജയും ടീമും ആനമല ഫിനാൻസിൻ്റെ ഓണർ പറഞ്ഞ ആ മനോജിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അന്വേഷണത്തിനായി. അവിടെ എത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ മനോജ് കഴിഞ്ഞ 16-ാം തീയതി തൊട്ട് ആ വീട്ടിൽ ഇല്ല, എവിടേക്കോ പോയിരിക്കുകയാണ്. ഭാര്യയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. ഭാര്യ ചോദിച്ചപ്പോൾ എന്തോ അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പോയതാണ്. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നും ഇല്ല എന്നാണ് ഭാര്യ പറയുന്നത്. ആനമല ഫിനാൻസിൽ നടന്ന മോഷണത്തിൽ മനോജിന് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നുള്ള കാര്യം SI വിജയ് മനോജിൻ്റെ ഭാര്യയെ അറിയിക്കുന്നു. മനോജിൻ്റെ ഒരു ഫോട്ടോയും അയാളുടെ ഫോൺ നമ്പരും ഭാര്യയുടെ ഫോൺ നമ്പരും വാങ്ങിച്ചതിന് ശേഷം അവർ അവിടെ നിന്നും യാത്ര തുടരുന്നു. ഇങ്ങനെ പോകുന്നതിനിടയിൽ ജീപ്പ് നിർത്താൻ SI വിജയ് പറയുന്നു. അപ്പോൾ വിജയ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. മനോജിനെ കാണാതായത് 16-ാം തീയതിയാണ്. പറമ്പിൽ നിന്നും ഒരു ബോഡി കിട്ടുന്നത് 20-ാം തീയതിയും. ബോഡിക്കാണെങ്കിൽ ഒരാഴ്ചത്തെ പഴക്കവും ഉണ്ടായിരുന്നു. ഇനി അത് മനോജിൻ്റെ ശരീരം തന്നെയായിരിക്കുമോ?
അതുകൊണ്ട് മനോജിന്റെ ഭാര്യയെ വിളിച്ച് ബോഡി ഐഡന്റിഫൈ ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ മനോജിന്റെ ഭാര്യ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് മനോജിന്റെ ബോഡി ആയിരുന്നില്ല. അങ്ങനെയിരിക്കെ കോൺസ്റ്റബിൾ സത്യൻ SI വിജയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നു. മോഷണം നടന്ന ആനമല ഫൈനാൻസിൽ കടബാധ്യത മൂത്ത് ഒരു മധു തൂങ്ങി മരിച്ചിട്ടുണ്ട്. അയാളുടെ മക്കളായ സനീഷ് പിന്നെ കിരൺ. ഈ സനീഷ് അയാൾ മരിച്ച് 3 ദിവസത്തിനകം തന്നെ നാട് വിട്ടു പോയതാണ്. 2 മാസമായി ഇതുവരെ വീട്ടുകാർ പോലും ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അവന് ആ ഫിനാൻസിൽ നടന്ന മോഷണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെ SI വിജയും ടീമും ഈ സനീഷിന്റെ വീട്ടിൽ എത്തുകയാണ്. സനീഷിന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നതിൽ SI വിജയ്ക്കും ടീമിനും എന്തോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇത് മാത്രമല്ല, സനീഷിന്റെ ഫോട്ടോ അവിടെ വെച്ച് SI വിജയ് കാണുന്നു. പുറത്തിറങ്ങുമ്പോൾ SI വിജയ് ഒരു കാര്യം കൂടുള്ളവരെടുത്ത് പറയുകയാണ്. അന്ന് ആനമല ഫിനാൻസിൽ മോഷണം നടന്ന് എൻക്വയറി നടക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ ഇവനെ കണ്ടതാണ്. എന്നെ കണ്ടപാടെ ഇവൻ മറഞ്ഞു കളഞ്ഞു. അപ്പോൾ കോൺസ്റ്റബിൾ രമ്യ പറയുന്നുണ്ട്, അവന്റെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലോ എന്ന്. അങ്ങനെ ചെയ്താൽ അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മുങ്ങിക്കളയും. അതുകൊണ്ട് ഇപ്പോൾ അത് വേണ്ട എന്ന് വിജയ് പറയുന്നു. തിരിച്ച് സ്റ്റേഷനിലെത്തിയ വിജയുടെ അടുത്ത് വനിതാ പോലീസായ വിദ്യ പറയുന്നുണ്ട്, ആ ആനമല ഫിനാൻസിന്റെ ഓണറായ ഷാജി ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് പോയി. കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ്. ഇത് കേട്ടതിന് ശേഷം വിജയ് വിദ്യയുടെ അടുത്ത് പറയുന്നു, വിദ്യ എനിക്കൊരു സഹായം ചെയ്യണം. എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒപ്പിച്ചു തരണം. അത് ഒപ്പിച്ച് തരാമെന്ന് വിദ്യ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആനമല ഫൈനാൻസിന് മുന്നിൽ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് വിജയും മറ്റ് പോലീസുകാരും അവിടേക്ക് എത്തുകയാണ്. ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഫിനാൻസുകാരും പോലീസുകാരും തമ്മിൽ അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പാണ് ഇവിടുത്തെ മോഷണമെന്ന്. ഇതും പറഞ്ഞ് സാബു എന്ന ഒരു ജനപ്രതിനിധി SI വിജയുടെ അടുത്ത് തട്ടിക്കയറുന്നുണ്ട്. ഈ സമയം തന്നെ സത്യൻ എന്ന പോലീസ് കോൺസ്റ്റബിൾ ബൈക്കിലേക്ക് അവിടെ പാഞ്ഞെത്തുകയും എന്നിട്ട് വിജയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നു, നമ്മുടെ ഡാമിലെ ഷട്ടറിൽ ഒരു മൃതദേഹം അടിഞ്ഞിട്ടുണ്ട്. ഇതുകൂടി കേൾക്കുമ്പോൾ SI വിജയ് വല്ലാത്തൊരു അവസ്ഥയിലെത്തുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്രൈം ഒന്നും നടക്കാതിരുന്ന ഈ നാട്ടിൽ താൻ വന്നതിന് ശേഷം ഇപ്പോൾ ഇതാ 3ാമത്തെ കുറ്റകൃത്യമാണ് നടക്കുന്നത്. വിജയ് പെട്ടെന്ന് തന്നെ ബോഡി അടിഞ്ഞ ആ ഡാമിന് അടുത്തേക്ക് എത്തുകയാണ് തൻ്റെ പോലീസ് ടീമുമായി. ബോഡി ആരോ കെട്ടിത്താഴ്ത്തിയതാണ്, കയറ് പൊട്ടി കരയ്ക്ക് അടിഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. 3-4 ദിവസം പഴക്കമുള്ളത് കൊണ്ട് തന്നെ ബോഡി അഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടേതാണ് ഈ ശരീരമെന്ന് അവർക്ക് മനസ്സിലാകാനും പറ്റിയില്ല. ഇൻക്വസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടയക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം SI വിജയുടെ അടുത്ത് ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, മുൻപ് കിട്ടിയ ബോഡി പോലെ തന്നെയാണ് ഇതും. 30-നും 35 വയസ്സിനും ഇടയ്ക്കുള്ള പുരുഷൻ്റേതാണ് ശരീരം. തലയ്ക്ക് പിന്നിലേറ്റ മാരകമായ അടി തന്നെയാണ് മരണകാരണം. മുൻപ് കിട്ടിയ ബോഡിയെപ്പോലെ ഈ ബോഡിയിലും ശരീരത്തിലാകമാനം മുറിവുണ്ട്. അപ്പോൾ SI വിജയ് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ 2 കൊലപാതകവും നടത്തിയത് ഒരാളാവാൻ സാധ്യത ഇല്ലേ എന്ന്. ഡോക്ടർ പറയുന്നു, വളരെ ശരിയാണ്, 2 കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത് വളരെ സെയിമായ രീതിയിൽ കൂടെയാണ്. ഇങ്ങനെ വിജയ് ഡോക്ടറിനെ കണ്ടതിന് ശേഷം കോൺസ്റ്റബിൾ ബാലൻ്റെ അടുത്തും രമ്യയുടെ അടുത്തും ഒരു കാര്യം ചോദിക്കുന്നു. നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന മനോജും 2 മാസങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടിപ്പോയ സനീഷും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഇവർക്ക് 2 പേർക്കും ആ ഫിനാൻസുമായി പണ ഇടപാടുകൾ ഉണ്ടായിരുന്നതാണ്. ആയതിനാൽ ഫിനാൻസിൽ നടന്ന ആ മോഷണത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. വിജയ് ഒരു കാര്യവും കൂടി കോൺസ്റ്റബിൾ ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ അടുത്ത് എവിടെയെങ്കിലും മോഷണം മുതൽ പണയത്തിലെടുക്കുന്നവരോ മോഷണം മുതൽ വാങ്ങിക്കുന്നവരോ ഉണ്ടെങ്കിൽ അത്തരക്കാരെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന്. എന്നാൽ ബാലൻ പറയുന്നത് ഇങ്ങനെയാണ്, മോഷ്ടിച്ചവർ ഒരിക്കലും അടുത്തൊരിടത്തും വിൽക്കില്ല, അവർ ദൂര സ്ഥലത്ത് കൊണ്ടേ വിൽക്കുകയുള്ളൂ. അതിന് മറുപടിയായി വിജയ് പറയുന്നത് ഇതാണ്, എങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന്. ഇതിനിടയിൽ DYSP SI വിജയെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, അവിടെ നടന്ന ക്രൈമൊന്നും കണ്ടുപിടിക്കാൻ SI വിജയ്ക്ക് പറ്റാത്തത് വിജയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന്. DYSP തന്നെ കുറ്റപ്പെടുത്തിയ കാര്യം SI വിജയ് ASI കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കൃഷ്ണൻ SI വിജയെ സമാധാനപ്പെടുത്തുന്നുണ്ട്, ഇതെല്ലാം സർവീസിൽ സർവ്വസാധാരണമാണ്. അങ്ങനെ അവർ
കുറ്റവാളിയെ പിടിക്കാൻ നൈറ്റ് പെട്രോളിംഗ് എല്ലാം കർശനമാക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നൈറ്റ് പെട്രോളിംഗ് നടത്തവേ സ്റ്റേഷനിൽ നിന്നും വിജയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. മക്കിമലയുടെ മുകളിലേക്ക് ആരോ ഒരാൾ ഒരു ബോഡിയും ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞാണ് കോൾ വന്നിരിക്കുന്നത്. വിജയുടെ കൂടെ നൈറ്റ് പെട്രോളിങ്ങിന് ഉണ്ടായിരുന്നത് ബാലൻ കോൺസ്റ്റബിൾ സത്യൻ, പിന്നെ ASI കൃഷ്ണനുമായിരുന്നു. ഇവർ 4 പേരും കൂടി നേരെ മക്കിമലയിൽ എത്തുകയാണ്. 4 പേരും 4 വാക്കിനാണ് സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നത്. വിജയ് പോയ ആ വാക്കിന് തന്നെ ബോഡി കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ബോഡി ഒരു കുഴിയിലിട്ടിരിക്കുകയാണ്. മണ്ണിടാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ വിജയ് അവിടെ എത്തിയിരുന്നു. ബോഡിയിൽ നിന്ന് വിജയ്ക്ക് ഒരു മാല കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിജയുടെ പുറകിൽ ആരോ ശക്തിയായി അടിക്കുകയും ഒരു നിലവിളിയോടുകൂടി വിജയ് ബോധം കെടുകയും ചെയ്യുന്നു. വിജയുടെ ഈ വിളി കേട്ട് ബാലൻ കോൺസ്റ്റബിൾ ആ സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ്. പെട്ടെന്ന് തന്നെ ബാലൻ കോൺസ്റ്റബിളിനെയും ആരോ തലക്കടിച്ച് വീഴ്ത്തുന്നു. ബാലൻ കോൺസ്റ്റബിളിന്റെ വിളി കേട്ട് സത്യനും ASI കൃഷ്ണനും അവിടേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ കൊലപാതകി അപ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് SI വിജയ്ക്ക് ബോധം വീഴുന്നത് ആശുപത്രിയിൽ വച്ചാണ്. ബോധം വന്ന ഉടനെ തന്നെ SI വിജയരെടുത്ത് ASI കൃഷ്ണൻ ഒരു കാര്യം പറയുന്നു. നമുക്ക് കിട്ടിയ ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അത് മണികണ്ഠൻ എന്ന ഒരു തമിഴൻ്റേതാണെന്നും അയാൾ ഒരു ലോക്കൽ കോൺട്രാക്ടറിൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നും പറയുന്നു. അങ്ങനെ ആ ലോക്കൽ കോൺട്രാക്ടറിൻ്റെ അടുത്തേക്ക് SI വിജയും ടീമും എത്തുകയാണ്. അപ്പോഴാണ് ആ ലോക്കൽ കോൺട്രാക്ടർ പറയുന്നത് മണികണ്ഠൻ മാത്രമല്ല, അൻപ്, അരുള്, കുമാർ എന്നീ പേരുള്ള 3 പേരും കൂടി അയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു. ഇതിൽ അരുൾ എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് കാണാതാവുകയും ബാക്കി 3 പേർ നാട്ടിലെന്തോ ഉത്സവമാണ് എന്ന് പറഞ്ഞ് പണി നിർത്തി പോവുകയും ചെയ്തു എന്നുള്ള കാര്യം SI വിജയിയെ അറിയിക്കുന്നു. ഉടനെ തന്നെ ഈ 4 തമിഴന്മാരും ഇവിടെ ജോലിക്കുണ്ടായിരുന്നപ്പോൾ താമസിച്ചിരുന്ന വീട് സെർച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സത്യൻ പോലീസിന് ഒരു തെളിവ് കിട്ടുകയാണ് ഈ തമിഴന്മാരുടെ വീട്ടിൽ നിന്നും. അത് ആനമല ഫിനാൻസിലെ ഒരു കാർഡായിരുന്നു. ആ കാർഡ് ഫിനാൻസ് മാനേജരെ കൊണ്ട് SI വിജയ് കാണിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നത് അത് അവിടുത്തെ തന്നെയാണ്. പണയപ്പണ്ടം ഇട്ടുവയ്ക്കുന്ന കവറിനകത്ത് അതിൻ്റെ തൂക്കമെല്ലാം എഴുതി സൂക്ഷിക്കുന്ന ഒരു കാർഡാണ് അത്. ഇത് മാത്രമല്ല, മണികണ്ഠൻ്റെ ബോഡിയിൽ നിന്നും SI വിജയ്ക്ക് ഒരു മാല കിട്ടിയിരുന്നല്ലോ. ആ മാല പരിശോധിക്കുമ്പോൾ ഫിനാൻസിലുള്ളവർക്ക് കാര്യം മനസ്സിലാകുന്നു. ഈ മാലയും മോഷണം പോയതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാലയാണ് എന്ന്. ഇതിനുശേഷം സ്റ്റേഷനിൽ എല്ലാ പോലീസുകാരുമായി SI വിജയ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ സമയം ASI കൃഷ്ണൻ പറയുന്നു, ആദ്യം മരിച്ചുപോയ അരുൾ ഇവിടെ സ്റ്റേഷനിൽ ഒരു പരാതിയുമായി വന്നുവെന്നും തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബാക്കി 3 പേർ ജോലി ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞാണ് വന്നത്. അത് പിന്നെ ഒത്തുതീർപ്പാക്കി വിട്ടു എന്നും കൃഷ്ണൻ പറയുന്നു. അതിൽ നിന്നും അവർക്ക് മനസ്സിലാകുന്നത് അവർക്ക് കിട്ടിയ ആദ്യ ബോഡി അരുളിൻ്റെ ബോഡിയാണെന്നും രണ്ടാമത്തത് അൻപിൻ്റെ ബോഡിയാണെന്നും മനസ്സിലാകുന്നു. മൂന്നാമത് കിട്ടിയത് മണികണ്ഠൻ്റെ ബോഡിയാണെന്നും. ആനമല ഫിനാൻസിൽ മോഷണം നടത്തിയത് ഇവർ തന്നെയാണെന്ന് പോലീസുകാരെല്ലാം ഉറപ്പിക്കുന്നു. അപ്പോൾ SI വിജയ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എങ്കിൽ അരുളിൻ്റെ ബോഡിയാണ് ആദ്യം കിട്ടിയത്. അത് ആ ഫിനാൻസിൽ മോഷണം നടക്കുന്നതിന് മുൻപാണ്. അപ്പോൾ കോൺസ്റ്റബിൾ വിദ്യ പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ 4 പേരും കൂടി ആനമല ഫിനാൻസിൽ മോഷണം നടത്താൻ പ്ലാൻ ചെയ്ത് കാണും. ഇതിൽ നിന്നും അരുൾ പിന്മാറി കാണും. പിന്മാറിയ അരുൾ മുഖേന ഈ വാർത്ത പുറം ലോകം അറിയാതിരിക്കാൻ അരുളിനെ 3 പേരും കൂടി ചേർന്ന് കൊന്നതാവാനാണ് വഴിയെന്ന്. ഇത് കേട്ടതിന് ശേഷം വിദ്യ പറഞ്ഞതിന് യെസ് വെച്ചുകൊണ്ട് കോൺസ്റ്റബിൾ ആനന്ദ് ഒരു കാര്യവും കൂടി പറയുന്നു. മോഷണം നടന്നതിന് ശേഷം കുമാർ മണികണ്ഠനെയും പിന്നെ അൻപിനെയും കൊന്നതായിരിക്കാം. മോഷണം മുതലെല്ലാം ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടി. വിദ്യയും ആനന്ദും പറഞ്ഞത് കേട്ട് ബാലൻ കോൺസ്റ്റബിളും അവർ പറഞ്ഞതിനാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കോൺസ്റ്റബിൾ രമ്യ, ഈ കുമാറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽ എല്ലാം അറിയാൻ കഴിയില്ലേ എന്ന് ഉടനെ തന്നെ SI വിജയ് ഒരു ഉത്തരവിടുന്നു. കുമാറിനെയും ബാക്കി 3 പേരുടെയും വീട് തമിഴ്നാട്ടിൽ എവിടെയാണെന്നും അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവരെക്കുറിച്ച് അന്വേഷിക്കാനും പറയുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവവും കൂടി നടക്കുകയാണ്. ആനമല ഫിനാൻസിൻ്റെ ഓണറായ ഷാജിയെ മുഖം മൂടിയിട്ട ഒരാൾ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നാട്ടുകാരും പോലീസുകാരും കൂടി ചേർന്ന് അയാളെ പിടികൂടുമ്പോഴാണ് മനസ്സിലാകുന്നത് ആനമല ഫിനാൻസിൻ്റെ മുന്നിൽ തൂങ്ങി മരിച്ച മധു എന്ന ആളുടെ ഒളിച്ചോടിപ്പോയ പോലീസ് അന്വേഷിക്കുന്ന സനീഷ് എന്ന ആളാണ് അത് എന്ന്. അങ്ങനെ സനീഷിനെ SI വിജയുടെ കയ്യിൽ കിട്ടുകയാണ്.
ആനമല ഫിനാൻസിൽ നടന്ന മോഷണവുമായി സനീഷിന് ബന്ധമുണ്ടോ എന്ന് ചോദ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സനീഷിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. സനീഷ് വന്നത് തൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ പകരം വീട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവവും കൂടി നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് വിജയ് കോൺസ്റ്റബിൾ വിദ്യയെടുത്ത് കുറച്ച് സാധനങ്ങൾ ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നില്ലേ? അത് ഇവയായിരുന്നു. ആനമല ഫിനാൻസിൽ നിന്ന് മോഷണം പോയ സേഫിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ആ സേഫിനകത്ത് സൂക്ഷിച്ചിരുന്ന പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഡെമ്മി ആയിരുന്നു അവ. ഈ സാധനങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ആനമല ഫിനാൻസിൻ്റെ ഓണറിനെയും മാനേജറിനെയും വിളിച്ചു വരുത്തിയിട്ട് ആ സേഫിലേക്ക് ഈ പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഡെമ്മി ഒന്ന് വച്ച് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് SI വിജയ് അവരെടുത്ത് ചോദിക്കുന്നു. എന്നാൽ ആ സാധനങ്ങളൊന്നും ആ സേഫിൽ അവർക്ക് വയ്ക്കാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നു. കാരണം ആ സേഫിൽ അത്രയും സാധനം കയറില്ല. ഇപ്പോഴാണ് ആനമല ഫിനാൻസിൻ്റെ ഓണർ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഫിനാൻസിൽ നിന്നും നഷ്ടമായത് 125 പവനും 50 ലക്ഷവുമല്ല, പകരം 80 പവനും 10 ലക്ഷവും മാത്രമാണ്. അവർ ഇത് ചെയ്തത് വേറൊന്നിനുമായിരുന്നില്ല, ഇൻഷുറൻസുകാരെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവർക്കെതിരെയും SI വിജയ് കേസെടുക്കുന്നു. ഈ കാര്യം കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട് പോലീസിൽ നിന്ന് വിജയ്ക്ക് കോൾ വരുന്നുണ്ട്. മണികണ്ഠൻ, അൻപ്, അരുള്, കുമാർ ഈ 4 പേരും തമിഴ്നാട്ടിൽ ഒരു ബാങ്ക് കൊള്ളയടിച്ചിട്ട് കടന്നു കളഞ്ഞവരാണെന്നും അവർ എവിടെയാണെന്നും തമിഴ്നാട് പോലീസിന് ഇതുവരെ അറിയില്ലായിരുന്നു എന്നും പറയുന്നു. പിന്നെ ഇവർ വലിയ രീതിയിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആൾക്കാരുമാണെന്ന് വിജയിയെ തമിഴ്നാട് പോലീസ് അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നാലെ തന്നെ SI വിജയ്ക്ക് മറ്റൊരു ഇൻഫർമേഷനും കൂടി കിട്ടുന്നു. ആനമല ഫിനാൻസിൽ പോയി ബഹളമുണ്ടാക്കിയിട്ട് നാട് വിട്ട് കളഞ്ഞ മനോജ് വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ മനോജിനെ രാത്രിയിൽ വീട്ടിൽ ചെന്ന് പൊക്കുകയാണ്. ഈ മനോജിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് വീട്ടിൽ നിന്ന് മാറി നിന്നത് എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ദൂരെ കുറച്ച് വസ്തു ഉണ്ടെന്നും അത് വിറ്റ് പണയത്തിലായ തൻ്റെ വീടും വസ്തുവും തിരിച്ചെടുക്കാൻ വേണ്ടി മാറി നിന്നതാണെന്നാണ് മനോജ് പറയുന്നത്. ഇത് മാത്രമല്ല, ആനമല ഫിനാൻസിൽ പോയി ബഹളമുണ്ടാക്കിയിട്ട് നേരെ ഈ മനോജ് പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്ന് ബഹളമുണ്ടാക്കിയിട്ട് സ്റ്റേഷൻ്റെ വെളിയിൽ കിടന്ന പോലീസ് ജീപ്പിൻ്റെ ലൈറ്റ് അടിച്ച് പൊട്ടിച്ചതും മനോജാണ്. ആ ഒരു പേടിയും കൂടി കൊണ്ടാണ് താൻ മാറി നിന്നതെന്ന് മനോജ് പറയുന്നു. പക്ഷേ SI വിജയ്ക്ക് ഇതത്ര വിശ്വാസമായിരുന്നില്ല. കാരണം മനോജ് മാറി നിന്നെന്ന് പറയുന്ന ആ 16-ാം തീയതിയാണ് ആദ്യം കൊല്ലപ്പെട്ട അരുള് കൊല്ലപ്പെടുന്ന ദിവസവും. ആയതിനാൽ മനോജിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ SI വിജയ് തീരുമാനിക്കുന്നു. അങ്ങനെയിരിക്കെ സീനിയർ കോൺസ്റ്റബിൾ ബാലൻ SI വിജയുടെ അടുത്ത് ഒരു കാര്യം അറിയിക്കുന്നു. അടുത്ത സ്റ്റേഷൻ പരിധിയിലെ ഒരു കടയിൽ ഒരു സ്ത്രീ മാല വിൽക്കാൻ വേണ്ടി കൊണ്ടു ചെന്നു എന്ന്. ആ മാല മോഷണം പോയ മാലയാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് എന്ന്. അങ്ങനെ SI വിജയും കോൺസ്റ്റബിൾ ബാലനും കൂടി ഇത് അന്വേഷിക്കാൻ വേണ്ടി ആ കടയിൽ എത്തുകയാണ്. ആ കടയിലെ കടക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർണ്ണമാല വിൽക്കാൻ കൊണ്ടുവന്ന സ്ത്രീ ഞാനൊരു വില പറഞ്ഞപ്പോൾ ആ വിലയ്ക്ക് അവർ വിൽക്കാൻ തയ്യാറായി. സ്വന്തം മാല ആരും ആ വിലയ്ക്ക് വിൽക്കാൻ തയ്യാറാവില്ല. ഇതാണ് കടക്കാരന് സംശയമുണ്ടായത്. പിന്നെ പണം അപ്പോൾ കൊടുക്കാനില്ലാത്തത് കൊണ്ട് പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞ് ഈ കടയിൽ നിന്ന് ഇറങ്ങി അടുത്ത കാണുന്ന മെഡിക്കൽ സ്റ്റോറിൽ കയറി എന്തോ മരുന്നും വാങ്ങിച്ചിട്ട് പോകുന്നത് കണ്ടു എന്ന് ആ കടക്കാരൻ പറയുന്നു. വിജയ് ഉടനെ തന്നെ ആ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അന്വേഷിക്കുന്നു. പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ CCTV ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഏത് മരുന്നാണ് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതെന്ന് വിജയ് അന്വേഷിക്കുന്നു. അവർ വിജയുടെ അടുത്ത് പറയുന്നു, സ്ട്രോക്ക് വന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് അവർ വാങ്ങിച്ചു കൊണ്ടുപോയത്. ഇതിനുശേഷം സീനിയർ കോൺസ്റ്റബിൾ ബാലനും പിന്നെ SI വിജയും കൂടി ചില അന്വേഷണങ്ങൾ കൂടി നടത്തുന്നു. ആ വിൽക്കാൻ കൊണ്ടുവന്ന മാല ആനമല ഫിനാൻസിൽ ഉള്ളതാണോ എന്നുള്ള കാര്യം, പിന്നെ ചില ആൾക്കാരുടെ ഫോൺ നമ്പറുകൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എങ്ങനെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിലുകൾ. എന്നിട്ട് ആനമല ഫിനാൻസിൽ കള്ളന്മാർ കയറിയപ്പോൾ CCTV മറയ്ക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി SI വിജയ് പരിശോധിക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ആ മാല വിൽക്കാൻ കൊണ്ടുവന്ന സ്ത്രീയുടെ ഫേസ്ബുക്ക് ID SI വിജയ് കണ്ടുപിടിക്കുകയും ഫേസ്ബുക്ക് IDയിലെ ഫോട്ടോ ആ കടക്കാരനെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു. അയാൾ ഉറപ്പിക്കുന്നു ആ സ്ത്രീ തന്നെയാണ് ഇവിടെ മാല വിൽക്കാൻ കൊണ്ടുവന്നത് എന്ന്. SI വിജയ് പിന്നെ ചെയ്യുന്നത് നേരെ സ്വന്തം സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഈ സമയം കോൺസ്റ്റബിൾ രമ്യ SI വിജയെ നോക്കിക്കൊണ്ട് സ്റ്റേഷന് പുറത്തേക്ക് പോകുന്നുണ്ട്. സീനിയർ കോൺസ്റ്റബിൾ ബാലനും സ്റ്റേഷനിൽ ആ സമയം ഉണ്ടായിരുന്നില്ല. സ്റ്റേഷനകത്തേക്ക് കയറിയ SI വിജയ് ആനന്ദിനെ ചോദ്യം
ചെയ്യുന്നു. കാരണം സ്വർണ്ണക്കടയിൽ സ്വർണം വിൽക്കാൻ പോയത് ആനന്ദിൻ്റെ ഭാര്യയായിരുന്നു. ഇത് SI വിജയ്ക്ക് മനസ്സിലാവാൻ കാരണം ആനന്ദിൻ്റെ ഭാര്യ സ്വർണ്ണക്കടയിൽ സ്വർണം വിൽക്കാൻ പോയിട്ട് നേരെ കയറിയത് മെഡിക്കൽ സ്റ്റോറിലാണല്ലോ. അവിടെ നിന്ന് സ്ട്രോക്കിനുള്ള ഗുളിക വാങ്ങുന്നുണ്ട്. സ്ട്രോക്ക് വന്ന് കിടക്കുന്നത് ആനന്ദിൻ്റെ അമ്മയാണ്. ഇത് SI വിജയ്ക്ക് അറിയാവുന്ന കാര്യവുമാണ്. ആനന്ദ് ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടത്തിയത് എന്ന് വിജയ്ക്കറിയാം. വിജയ് ബിബീഷിനെയും പൊക്കുന്നു. കാരണം വേറൊന്നുമല്ല, കോൺസ്റ്റബിൾ ബിബീഷും കോൺസ്റ്റബിൾ ആനന്ദുമായിരുന്നു അന്ന് മോഷണം നടന്ന രാത്രി പെട്രോളിങ്ങിന് ഉണ്ടായിരുന്നത്. ആനമല ഫിനാൻസിലെ CCTV കള്ളന്മാർ സ്പ്രേ പെയിന്റ് അടിച്ച് മറയ്ക്കുന്ന ദൃശ്യം SI വിജയ് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. ആ ദൃശ്യത്തിൽ പോലീസ് ജീപ്പ് കാണാൻ പറ്റിയില്ല എങ്കിലും പോലീസ് ജീപ്പിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ആ നാട്ടിൽ നടന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ കോൺസ്റ്റബിൾ ആനന്ദിനും ബിബീഷിനും പങ്കുണ്ടെന്ന് SI വിജയ് കണ്ടുപിടിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തിട്ട് അവർ ഒന്നും മിണ്ടാത്തതുകൊണ്ട് SI വിജയ് മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ കോൺസ്റ്റബിൾ സത്യൻ SI വിജയുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ച് എറിഞ്ഞ് പൊട്ടിക്കുന്നു. കോൺസ്റ്റബിൾ സത്യനും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ SI വിജയ് ASI കൃഷ്ണൻ്റെ അടുത്ത് അയാളുടെ ഫോൺ തരാൻ പറയുന്നു മേലുദ്യോഗസ്ഥനെ വിളിച്ചറിയിക്കാൻ. എന്നാൽ ASI കൃഷ്ണനും ഫോൺ കൊടുക്കുന്നില്ല. അപ്പോഴാണ് വിജയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്. കുറ്റകൃത്യത്തിൽ 3 പോലീസുകാരല്ല 4 പേരാണുള്ളത്, ASI കൃഷ്ണനടക്കം. ASI കൃഷ്ണൻ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ തന്നെ കുറ്റസമ്മതം നടത്തുകയാണ്. ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്നും ആദ്യം മരണപ്പെട്ട അരുളിനെ മയക്കുമരുന്ന് കച്ചവടം നടത്തി എന്ന് പറഞ്ഞ് പിടിക്കപ്പെടുകയും പോലീസ് മർദ്ദനത്തിൽ അവൻ കൊല്ലപ്പെടുകയുമാണ്. അതിനുശേഷമാണ് പോലീസുകാർക്ക് മനസ്സിലാകുന്നത് ഈ മരണപ്പെട്ട അരുളും മണികണ്ഠനും അൻപും കുമാറും കൂടി ചേർന്ന് തമിഴ്നാട്ടിലെ ഒരു ബാങ്ക് മോഷ്ടിച്ചിട്ട് കേരളത്തിലേക്ക് ഒളിച്ച് കടന്നതാണ് എന്ന്. ഈ വിവരമറിഞ്ഞ ഈ 4 പോലീസുകാർ മണികണ്ഠനെയും അൻപിനെയും കുമാറിനെയും കൊണ്ട് ആനമല ഫൈനാൻസ് കൊള്ളയടിക്കാൻ തയ്യാറാകുന്നു. അതിനുവേണ്ടി ആദ്യം കൊല്ലപ്പെട്ട അരുളിൻ്റെ ബോഡിയെ ഒരു പറമ്പിൽ കൊണ്ടിടുകയും ആ ബോഡി റിക്കവർ ചെയ്യുന്ന സമയത്ത് നാട്ടുകാരെല്ലാം ഇതിനു പുറകെ പോകുമ്പോൾ ആ സമയം നോക്കി തന്നെ അവർ ആനമല ഫൈനാൻസ് കൊള്ളയടിക്കുന്നു. ഇതിനുശേഷം ഈ കൊള്ളയടിച്ച പണം പങ്കുവയ്ക്കുന്നതിൽ പോലീസുകാരും ഈ കള്ളന്മാരും തമ്മിൽ തർക്കമാകുന്നു. കൊള്ളയടിച്ചതിൻ്റെ പാതി പണം അവർക്ക് വേണമെന്ന് കള്ളന്മാർ പറയുന്നു. ഇല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിൽ മരിച്ച അരുളിനെ പോലീസ് കുടുക്കിയത് തങ്ങളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് എന്നുള്ള കാര്യം പുറത്തു പറയുമെന്ന് അവർ പറയുന്നു. ഇത് മാത്രമല്ല, ഫിനാൻസിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ഞങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങളാണെന്നും നാട്ടുകാരടുത്ത് തുറന്നു പറയുമെന്നും കള്ളന്മാർ പറയുന്നു. ഇതോടുകൂടി വേറെ നിവർത്തിയില്ലാതെ കാര്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാൻ 3 പേരെയും പോലീസുകാർ കൊല്ലുന്നു. എന്നിട്ട് ഈ 4 പേരും കൂടി മോഷണം നടത്തിയിട്ട് 3 പേരെ ഒരാൾ കൊന്നിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു എന്ന് കാണിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. കൊള്ളയടിച്ച മണികണ്ഠൻ്റെയും കുമാറിൻ്റെയും അൻപിൻ്റെയും അരുളിൻ്റെയും വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്നുണ്ടല്ലോ. ആ സമയത്ത് ആനമല ഫൈനാൻസിലെ ഒരു രസീത് കിട്ടുന്നുണ്ട്. അത് കൊണ്ടുവയ്ക്കുന്നതും ഇതേ പോലീസുകാർ തന്നെയായിരുന്നു. ഇതൊക്കെ അറിയുന്ന SI വിജയ് ASI കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നു, അപ്പോൾ കുമാറിന് എന്ത് പറ്റിയെന്ന്. ഇത് കേൾക്കുന്ന ASI കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്, ചില സിനിമയിലേക്ക് പറയുന്നത് പോലെ ആ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. അതിലാണ് ഞങ്ങളുടെ രക്ഷയെന്ന് പറയുന്നു. അതിനുശേഷം സഹായിക്കണമെന്ന് പറയുന്നു. പക്ഷേ SI വിജയ് പറയുന്നു അരുളിൻ്റെ കൊലപാതകം ഒരു കയ്യബദ്ധമായി കരുതാം, പക്ഷേ പിന്നെ നടന്നത് കുറ്റകൃത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് SI വിജയ് തൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി തിരിയുമ്പോൾ അതിനകത്തു നിന്ന് ഒരാൾ SI വിജയെ ചവിട്ടി പുറത്തേക്കിടുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, വിദ്യയും ഇവരുടെ കൂടെയുള്ള ആള് തന്നെയായിരുന്നു. പിന്നീട് കണ്ടത് SI വിജയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ മാരകമായി അവർ ആക്രമിക്കാൻ തുടങ്ങി. ഒരു വിധത്തിലാണ് ഈ 5 പേരെയും SI വിജയ് കീഴടക്കുന്നത്. അതിൻ്റെ ഭാഗമായി SI വിജയ്ക്ക് ശരീരത്തിൽ നല്ല മുറിവുകൾ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സീനിയർ കോൺസ്റ്റബിൾ ബാലനും കോൺസ്റ്റബിൾ രമ്യയും മേലുദ്യോഗസ്ഥരെ അറിയിച്ച് മറ്റു പോലീസുകാരെ അവിടെ കൊണ്ടുവരികയും ഈ കുറ്റവാളികളായ 5 പോലീസുകാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നാട്ടുകാരുടെ മുന്നിലൂടെ ഈ 5 പോലീസുകാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് സിനിമ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.